അപ്പം സൈനികമായി ഗസയെ പൂർണ്ണമായും കീഴടക്കുക എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ഇസ്രായേൽ. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയതായുള്ള അതിൻ്റെ നടപടികളിലേക്ക് കടന്നതായുള്ള വാർത്തകളും വിവരങ്ങളും ദൃശ്യങ്ങളും വരുന്നു. അപ്പോൾ ഈ ഖാൻ യൂണിസിൻ്റെയൊക്കെ ഒരു ഭാഗത്തുനിന്ന് ആളുകളെ ഗസയിൽ ഈ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലേക്ക് കൊണ്ടുവന്ന് ബാക്കിയുള്ള ഇടങ്ങളെല്ലാം പിടിച്ചടക്കുക. ഈ 25 കിലോമീറ്റർ ഇടത്ത് മാത്രം ഈ 10-15 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് നടപടികൾ എങ്ങനെയാണ് തുടരുന്നത്? MC സൈഫുദ്ദീൻ, അല്പം മുമ്പ് നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വന്നത് പ്രകാരം ഗസ സിറ്റിയിലാണിപ്പോൾ ഹമാസിന്റെ വലിയ തോതിലുള്ള ഒരു സൈനിക സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗസ സിറ്റി പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുക എന്നതാണ് താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗസ സിറ്റി കീഴടക്കുന്നതോടുകൂടി ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കാനും സാധിക്കുമെന്ന ഒരു അവകാശവാദം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഗസയിൽ നിന്ന് ഹമാസിനെ ഇല്ലാതാക്കിയാൽ അവിടെ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ശൂന്യതയുണ്ടാവും. അത് താൻ ചില ബദൽ മാർഗങ്ങൾ കണ്ടിട്ടുണ്ട്. പലസ്തീൻ അതോറിറ്റിയോ ഹമാസോ അല്ലാത്ത ഒരു പുതിയ സംവിധാനത്തിന് കീഴിലായിരിക്കും യുദ്ധാനന്തര ഗസ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും ഹമാസിനെ അമർച്ച ചെയ്യാനുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് വ്യക്തിപരമായി തനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും അതിശക്തമായി തന്നെ ആ ഒരു പ്രക്രിയ പെട്ടെന്ന് തന്നെ തുടങ്ങും. അതോടൊപ്പം തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ പ്രക്രിയ പൂർത്തീകരിക്കണമെന്നാണ് സൈന്യത്തോട് താൻ നിർദ്ദേശിച്ചത് എന്നുകൂടി ഇപ്പോൾ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. പക്ഷെ സൈനിക ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, ഇസ്രായേൽ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൈന്യം ഇപ്പോൾ പോലും ഇതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തേക്ക് ആക്രമണം നടത്തിയാൽ പിന്നിട്ട 22 മാസമായി തുടരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം പോലും തങ്ങൾ ഉദ്ദേശിച്ചൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഹമാസ് ഇപ്പോൾ പോലും പ്രതിരോധ രംഗത്ത് വളരെ ശക്തമാണ്. അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യുക, ബന്ദികളെ മോചിപ്പിക്കുക എന്നത് എളുപ്പമാവില്ല. നൂറുകണക്കിന് സൈനികരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ബന്ദികളുടെ ജീവനും കൂടുതൽ അപകടത്തിലാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് സൈനിക നേതൃത്വം നൽകിയിരിക്കുന്നത്. പക്ഷെ അതൊന്നും തനിക്ക് കേൾക്കേണ്ടതില്ല. താൻ പറയുന്ന ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇയാൽ സമീർ ഉൾപ്പെടെയുള്ള സൈനിക നേതൃത്വത്തോട് നെതന്യാഹു നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വിപുലമായിട്ടുള്ള യുദ്ധാഭ്യാസങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി. പിന്നെ കൂടുതൽ റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിനും തുടക്കമായിട്ടുണ്ട്. എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് പോകുമ്പോൾ വലിയ തോതിൽ തന്നെ സിവിലിയൻ കൂട്ടക്കുരുതി ഇനിയും ഉയരുമെന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ ഗസ സിറ്റി ഉൾപ്പെടെയുള്ള ജനസാന്ദ്രത വളരെ കൂടിയ പ്രദേശത്തു നിന്നും ആളുകളെ പൂർണ്ണമായിട്ടും പുറന്തള്ളാനുള്ള ഒരു നീക്കം വരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറാൻ പോകുന്നത് കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെയുള്ള നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ തന്നെയായിരിക്കും. സൈഫുദ്ദീൻ.